ഹായ് ഓൾ, വെൽക്കം ടു എജുബി. ഇന്ന് നമുക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യും, കറണ്ട് അഫയേഴ്സിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പോസിറ്റീവായിട്ട്. താങ്ക് യു ഫോർ ദ മെസ്സേജസ്. അപ്പോൾ നമ്മൾ എന്നത്തെ പോലെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഡേയ്സിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയാം. വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സൂവിൻ പ്ലാറ്റ്ഫോം ലോഞ്ച്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്? സെൻട്രൽ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള സൂവിൻ പ്ലാറ്റ്ഫോം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സൂവിൻ പ്ലാറ്റ്ഫോം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓപ്ഷനിലായിട്ട് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും, കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ടു ട്രാക്ക് ദ അവൈലബിലിറ്റി ഓഫ് ആൻറ്റി റാബിസ് ആൻഡ് ആൻറ്റി സ്നേക്ക് വെനം. അതായത് റാബിസിനെതിരായിട്ടും അതുപോലെ തന്നെ പാമ്പ് കടിക്കെതിരായിട്ടൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ സൂവിൻ പ്ലാറ്റ്ഫോം അവർ സെൻട്രൽ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റാബിസ് അറിയാമല്ലോ, പേവിഷബാധയാണ് റാബിസ് എന്ന് പറഞ്ഞാൽ. റാബിസിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ചാരാ? റാബിസിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആണ്. ലൂയി പാസ്റ്റർ ആണ് നമ്മുടെ റാബിസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ലോകത്ത് വാക്സിൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തതിലോട്ട് പോകാം, പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇൻ ദ നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024 വാട്ട് ഈസ് ഇന്ത്യാസ് റാങ്കിങ്? അതായത് നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? 2024 റാങ്ക് എത്ര എന്നുള്ളതാണ് ചോദ്യം. എന്താ ഈ നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്തെന്നറിയോ? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ കണക്ടിവിറ്റി സാധ്യതകൾ, ഇപ്പോൾ ഇതൊക്കെ ബന്ധപ്പെടുത്തി ഇതൊക്കെയാണ് അവരുടെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഇന്ത്യ ലോകസ്ഥാനത്ത് എത്രാമതെന്നുള്ളതാണ് ചോദ്യം. 49ാമതാണ് നിൽക്കുന്നത്. 2023 60ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇപ്പോൾ ജമ്പ് ചെയ്ത് 49ാം സ്ഥാനം. നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 49 ആണ്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോകാം, പെട്ടെന്ന് പോവാം. വെൻ ഈസ് ദ നാഷണൽ മാരിടൈം ഡേ സെലിബ്രേറ്റഡ്? സോ ഏപ്രിൽ 5 ആണ് നാഷണൽ മാരിടൈം ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ പെട്ടെന്ന് അടുത്തേക്ക് പോവാം. Which of the following traditional tribal craft from Kerala recently received the GI tag? അതായത് കേരളത്തിൽ നിന്ന് അടുത്തിടെ GI ടാഗ് ലഭിച്ചത് ഏത് വസ്തുവിനെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് അറിയാം, ആറന്മുല കണ്ണാടിക്കൊക്കെ മുന്നേ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ കണ്ണാടിപ്പായക്കാണ്. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണാം, ഇതാണ് കണ്ണാടിപ്പായ എന്ന് പറയുന്നത്. ഈ കണ്ണാടിപ്പായക്കാണ് ഇപ്പോൾ റീസെൻ്റ്ലി GI ടാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 3 പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ GI ടാഗ് കിട്ടിയത്. ഞാൻ ഓർമ്മിച്ച് തരാം. ചപ്പാട്ട ചില്ലി എന്ന് പറഞ്ഞാൽ ഒരു മുളക് ടൈപ്പുള്ളൊരു സാധനമാണ്. അതിന് GI ടാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എവിടെയാ? തെലങ്കാനയിലാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. തെലങ്കാന സ്റ്റേറ്റിലാണ് ഈ പറഞ്ഞ ചപ്പാട്ട ചില്ലി ഉള്ളത്. അതുപോലെ തന്നെ കുംഭകോണം ബീറ്റിൽ ലീഫ് അതായത് കുംഭകോണം വെറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെവിടെയാ? അതും തമിഴ്നാടാണ്. ഓക്കെ, അടുത്ത് നമ്മൾ വേറെ ഒരെണ്ണം കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്താ? തോവാള ഫ്ലവർ ഗാർലൻഡ്. അതായത് തോവാള ഹാരത്തിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ GI ടാഗ് കൊടുത്തിട്ടുണ്ട്. അതും തമിഴ്നാട്ടിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഇന്നലെ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ GI ടാഗിൽ ഒരെണ്ണം കൂടെ പഠിക്കുന്നുണ്ട്, കണ്ണാടിപ്പായ ഏത് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ അത് കേരളമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, പെട്ടെന്ന് പോവാം, നെക്സ്റ്റിലേക്ക് പോവാം. Which Indian state has the highest number of solar power installations in railway stations? അതായത് റെയിൽവേ സ്റ്റേഷനുകളിൽ സോളാർ പവർ ഇൻസ്റ്റാളേഷൻ ഏറ്റവും കൂടുതൽ നമ്പറുള്ള സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷനിൽ ഒഡീഷ, ഗുജറാത്ത്, ബീഹാർ, രാജസ്ഥാൻ. ഉത്തരം രാജസ്ഥാനാണ്. രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ സോളാർ പവർ ഇൻസ്റ്റലേഷൻ നടന്നിട്ടുള്ളത്. സോ നമ്മൾ രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം രാജസ്ഥാൻ്റെ CM ആരാ? രാജസ്ഥാൻ്റെ CM ഭജൻ ലാൽ ശർമ്മയാണ് നമ്മുടെ രാജസ്ഥാൻ്റെ CM എന്ന് പറയുന്നത്, ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തായിരുന്നു ഒഡീഷയുടെ CM ആരാ? മോഹൻ ചരൺ മാഷിയാണ് ഈ പറഞ്ഞ ഒഡീഷയുടെ CM എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗുജറാത്തിന് നിങ്ങൾക്ക് അറിയായിരിക്കും ആരാ? ഗുജറാത്തിൽ ആരാ? ഭൂപേന്ദ്ര
ഭൂപേന്ദ്ര ശർമ്മയല്ല, ഭൂപേന്ദ്ര പാട്ടേലാണ് ഈ പറഞ്ഞ, അത് മറക്കാതെ നോക്കുക. ഗുജറാത്തിൻ്റെത് ഭൂപേന്ദ്ര പാട്ടേലാണ് ഗുജറാത്തിൻ്റെ CM ആയിട്ടത്. ഇനി ബീഹാർ നിങ്ങൾക്ക് അറിയായിരിക്കും, നിതീഷ് കുമാറാണ് ഈ പറഞ്ഞ ബീഹാറിൻ്റെ ചീഫ് മിനിസ്റ്റർ. അപ്പം നമ്മൾ 4 ചീഫ് മിനിസ്റ്റർ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക, നമ്മൾ അടുത്തടുത്ത് വരുന്ന വീഡിയോയിൽ എന്തായാലും റിപ്പീറ്റ് ചെയ്യും. സോ നിങ്ങളിപ്പോൾ ഈ കേട്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. രാജസ്ഥാൻ്റെ CM ബജൽ ലാൽ ശർമ്മ, അതുപോലെ തന്നെ ഒഡീഷയുടെ CM മോഹൻ ചരൺ മാഷി, അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ CM ഭൂപേന്ദ്ര പട്ടേൽ, ബീഹാറിൻ്റെ CM നിതീഷ് കുമാർ. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഇവരെല്ലാവരും BJP സർക്കാരാണ് ഇവിടെ എല്ലാം ഭരിക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ സോളാർ പവർ ഇൻസ്റ്റലേഷൻ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് ഈ പറഞ്ഞ രാജസ്ഥാൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് പോവാം, അടുത്തിലോട്ട് പോവാം. Who has been appointed as the new president of the Asian Cricket Council? ACCയുടെ പുതിയ പ്രസിഡന്റ് ആരെന്നാണ് ചോദിക്കും. വേറെ ആരുമല്ല, നമ്മുടെ മൊഹ്സിൻ നഖ്വിയാണ് ഈ പറഞ്ഞ ACCയുടെ പുതിയ പ്രസിഡന്റായിട്ട് സെലക്ട് ചെയ്തത്. ഇത് ആരായിരുന്നു? ഇദ്ദേഹം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ചെയർമാനാണ് ഈ പറഞ്ഞ മൊഹ്സിൻ നഖ്വി എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ചെയർമാനെ തന്നെയാണ് അവരെന്ത് ചെയ്തത്, ഈ പറഞ്ഞ ACCയുടെ ചെയർമാനായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് പെട്ടെന്ന് പോവാം, അടുത്തിലോട്ട് പോവാം. ഹു ഇസ് ദ ചീഫ് അഡ്വൈസർ ഓഫ് ബംഗ്ലാദേശ്? ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ചീഫ് അഡ്വൈസർ ആരെന്നാണ് ചോദ്യം. ഇപ്പോൾ വേറെ ഒന്നുമില്ല, ഇപ്പോൾ ഷെയ്ഖ് ഹസീന എന്ന് പറഞ്ഞ ഒരാളായിരുന്നു മുന്നേ അവിടുത്തെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ബംഗ്ലാദേശിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഹസീന ആയിരുന്നു. അപ്പോൾ പല പ്രൊട്ടസ്റ്റ്, സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റീസിൻ്റെയൊക്കെ കുറച്ചൊരു പ്രൊട്ടസ്റ്റിൻ്റെ ഫലമായിട്ട് ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിന്ന് രാജിവെക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അഭയാർത്ഥിയായിട്ട് ഒളിച്ചോടി ഇന്ത്യൻ സർക്കാരിനോട് അടുത്തേക്ക് വരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അതിനുശേഷം അവിടെ ഒരു ഇടക്കാല ഗവൺമെൻറ്റാണ് അവിടെ ഭരണം നിർവഹിക്കുന്നത്. അവരുടെ ചീഫ് ആയിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ ചീഫ് അഡ്വൈസർ മുഹമ്മദ് യൂനസ് ആണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ചീഫ് അഡ്വൈസറായിട്ട് പ്രവർത്തിക്കുന്നത്. ഇദ്ദേഹം നല്ലൊരു എക്കണോമിസ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ലൊരു നയതന്ത്രജ്ഞനാണ്. ഇപ്പോൾ അയൽ രാജ്യങ്ങളുമായിട്ട്, ഇപ്പോൾ ചൈനയായിട്ടൊക്കെ കൂടുതലായിട്ട് ബംഗ്ലാദേശ് അടുക്കുന്നുണ്ട്. അതുകൂടാതെ എന്തുകൊണ്ട് കർണവിസ എന്ന് വെച്ചാൽ ഇപ്പോൾ ബിംസ്റ്റെക് നടക്കുന്നുണ്ട്, ബിംസ്റ്റെക്കിൻ്റെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ബിംസ്റ്റെക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിംസ്റ്റെക് എന്താണെന്നും ഏതൊക്കെ രാജ്യങ്ങളാണ് മെമ്പർ എന്നുള്ളത്. ഇപ്പോൾ എവിടെ വെച്ച് നടക്കുന്നു? തായ്ലൻഡിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ബിംസ്റ്റെക്കിൻ്റെ മീറ്റിംഗ് നടക്കുക. ബാങ്കോക്കിൽ വെച്ചിട്ടാണ് നടക്കുക. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ വൈറലായിരുന്നു. ഇപ്പം നരേന്ദ്രമോദിയുടെ അടുത്തൊക്കെ നിൽക്കുന്ന കുറേ ഫോട്ടോകളൊക്കെ ഉണ്ടായിരുന്നു പത്രത്തിലൊക്കെ. അപ്പോൾ സോ മേ ബി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഈ പറഞ്ഞ ചീഫ് അഡ്വൈസർ ഓഫ് ബംഗ്ലാദേശ് മിസ്റ്റർ മുഹമ്മദ് യൂനസ്. ഓക്കെ, വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ ഫിഫ വുമൺസ് വേൾഡ് കപ്പ് 2035? ഫിഫ വുമൺസ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഏതാണ് ചോദ്യം. ഓസ്ട്രേലിയ, UK, ബ്രസീൽ, കാനഡ. ഇതിൻ്റെ ഉത്തരം യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ UK ആണ്. 2035 ഫിഫ വുമൺസ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇനി ഫിഫയെ പറ്റി സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്നുള്ളത്. എവിടെയാ? സ്യൂറിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത്. സ്യൂറിച്ച് അത് എവിടെയാ? സ്വിറ്റ്സർലാൻഡിലെ സ്യൂറിച്ച് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ പറഞ്ഞ ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതും കൂടെ നോക്കി വെച്ചിരിക്കുക. ഇനി എത്ര വർഷങ്ങളിലൊരിക്കൽ ഈ ഫിഫ വേൾഡ് കപ്പ് നടക്കുക? 4 വർഷങ്ങളിലൊക്കെ ഒരിക്കലാണ് നടക്കുക. ലാസ്റ്റായിട്ട് നടന്നത് എന്നാ? 2022 ലാസ്റ്റായിട്ട് നടന്നിട്ടുണ്ട്. 2022 ചാമ്പ്യൻസ് ആരായിരുന്നു? അർജന്റീനയാണ് 2022 ഫിഫ വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആയിരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കളിയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ അർജന്റീന ഫ്രാൻസ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഒരു ഫൈനലൊക്കെ, ഗംഭീര ഫൈനലായിരുന്നു. സോ അടുത്തിലോട്ട് പോകും. പിന്നെ ഇതിനകത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫിഫ വേൾഡ് കപ്പ് ലഭിച്ചിട്ടുള്ള രാജ്യം ബ്രസീലാണ്. 5 തവണയാണ് ബ്രസീലിന് ഫിഫ വേൾഡ് കപ്പ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തിലോട്ട് പോകും. ഫസ്റ്റ് യൂറോപ്യൻ കൺട്രി ടു വിഡ്രോ ഫ്രം ദ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. ICCന്ന് വിഡ്രോ ചെയ്ത ആദ്യ യൂറോപ്യൻ രാജ്യം ഏതെന്നാണ് ചോദ്യം. അത് ഹംഗറിയാണ് ICCന്ന് വിഡ്രോ ചെയ്ത ആദ്യ യൂറോപ്യൻ രാജ്യം. ഇപ്പോൾ ഈ അടുത്തിടെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ഇസ്രായേലി PM ബെഞ്ചമിൻ നെതന്യാഹു
അവിടെ പോയതിന് ശേഷം അവിടെ ആ ഹംഗറി എന്ന് പറഞ്ഞ രാജ്യത്തിന് വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവരെന്ത് ചെയ്ത് ഈ പറഞ്ഞൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. അത് എന്തുകൊണ്ടെന്നും കുറേ തിയറീസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ന്യൂസിൽ വന്നിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ ഹംഗറി ഈ പറഞ്ഞ ICC നിന്ന് എക്സിറ്റ് ആയെന്നുള്ളത്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇന്നത്തെ ദിവസത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ വൺസ് അഗൈൻ പറയാം, നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ടിനൊക്കെ വളരെയധികം താങ്ക് യു. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്.